അപ്പോൾ നമ്മളൊന്നുള്ള കിടക്കാഴ്ചയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പല സൂപ്പർ ഹീറോസ് പടങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ, അതുപോലെ തന്നെ ബാറ്റ്മാൻ, സൂപ്പർമാൻ. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന നെറ്റ്ഫ്ലിക്സിലൊക്കെ വളരെയധികം തരംഗം സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ മിന്നൽ മുരളി എന്ന പടം. അപ്പോൾ മിന്നൽ മുരളി ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ആയിട്ടുള്ള പടമാണ്. അപ്പോൾ ഇത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പടം കുറച്ച് നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കുറച്ച് പടങ്ങളൊക്കെ കാണുന്നത്. ഈ ഒരു പടം വളരെ നന്നായിട്ടുള്ള പടമാണ്, എല്ലാവരും പോയി കാണുക. അപ്പോൾ സിനിമകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മിന്നൽ മുരളിയെ പോലെ അനുകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്പൈഡർമാൻ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തായാലും നോക്കും ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്കൊന്നും ഇല്ലാത്ത കുറച്ച് കഴിവുകൾ അവർക്കുള്ള കുറച്ച് മനുഷ്യർ, യഥാർത്ഥ ജീവിതത്തിലെ കുറച്ച് മനുഷ്യരെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് എടുത്തേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പുതുതായിട്ട് ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ASMediashahinakku എന്ന് പറയുന്ന സെയിം പേജിൽ തന്നെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ ഒക്കെ നിരന്തരമായിട്ട് കാണുന്ന ഒരു വ്യക്തി, അതായത് നമ്മളെ വീഡിയോസൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ സാധാരണ ഇടാറുണ്ട്. അപ്പോൾ അത് നമ്മളെ പേഴ്സണലായിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണ് ഇടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനി ഇട്ടിട്ട് അതിൽ നമ്മൾ മുകളിൽ ലിങ്കാണ് കൊടുക്കാറുള്ള യൂട്യൂബിൻ്റെ. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ വീഡിയോ കണ്ട ശേഷം അതിൽ യൂട്യൂബിൽ വന്ന് കാണുന്ന സമയത്ത് അവർക്ക് ലൈക്ക് അടിക്കാൻ, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഫേസ്ബുക്കിൽ നേരെ യൂട്യൂബിലോട്ട് വന്നിട്ട് നമുക്ക് സിങ്കിനൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് കറക്റ്റായിട്ട് സിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിലോട്ട് വന്നിട്ട് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിലോട്ട് വന്നിട്ട് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയും അദ്ദേഹം നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്കിങ്ങനെ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൽ തന്നെ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസിനെല്ലാം ലൈക്ക് അടിച്ചേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും പോയി ഫോളോ ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറ്റും നമ്മൾ സിമ്പിൾ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോ നടക്കാം. വെൽക്കം ബാക്ക് ASMedia. നമ്പർ 1 ജ്യോതി രാജ്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ ഒന്നാമതായിട്ടുള്ള ഈ ജ്യോതി രാജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഴിവാണ്. അതായത് നമ്മൾ സ്പൈഡർമാൻ കാണാറുണ്ട്. അതായത് സ്പൈഡർമാൻ നമ്മൾ വലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്പൈഡർമാൻ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ചാടി ഓടിയൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു വല പോലും ഇല്ലാതെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മൾ മതിലിലൊക്കെ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ അതായത് ഒരു കുരങ്ങനെയൊക്കെ പോലെ ഇങ്ങനെ തുങ്ങിപ്പിടിച്ച് പോകാനുള്ള കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഈ ഒരു കഴിവ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കഴിവ് അദ്ദേഹത്തിന് എന്താ പറയുക, ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് നമ്മൾ സാധാരണ കുരങ്ങന്മാരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം കുരങ്ങന്മാരെയൊക്കെ കണ്ട സമയത്ത് കുരങ്ങന്മാരൊക്കെ കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊക്കെ തൂങ്ങിപ്പിടിച്ചൊക്കെ കയറണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയും അദ്ദേഹം വളരെ രീതിയിൽ പ്രയത്നിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിൽ ഏത് മതിൽ വേണമെങ്കിലും അനായാസമായിട്ട്, എത്ര പേരുള്ള മതിലാണ് ഇപ്പോഴും അനായാസമായിട്ട് സുഖത്തിൽ നമ്മൾ സ്പൈഡർമാനെ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ കുരങ്ങന്മാരെയൊക്കെ കാണിക്കുന്ന പോലെ തൂങ്ങിപ്പിടിച്ച് കയറാനും അതുപോലെ തന്നെ ചാടിയും പറഞ്ഞൊക്കെ മതിലിലൂടെ ഓടാനും മുകളിലൂടെ ചാടാനും ഒക്കെ ഇദ്ദേഹത്തിന് വളരെ അപൂർവമായിട്ടുള്ള ഒരു കഴിവ് തന്നെയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ മങ്കി മാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം കർണാടകക്കാരനായ സ്വദേശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ് കാണാനായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 2013 ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ താഴ്വരയായിട്ടുള്ള ജോ ഫാൾസ് എന്ന് പറയുന്ന ഒരു താഴ്വര ഇദ്ദേഹം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ആ ഒരു ഭാഗത്ത് ഇദ്ദേഹം ആ ഒരു മല മുഴുവനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗിന്നസ് റെക്കോർഡിലൊക്കെ റെക്കോർഡിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ടോ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എന്തായാലും കയറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അനുകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 10 കാര്യങ്ങളൊക്കെ അനുകരിച്ച് കഴിഞ്ഞാൽ
ഈ നമ്മൾ അനുകരിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. അതേപോലെ തന്നെ നിലത്ത് വീഴുകയും അതുപോലെ തന്നെ അതിന് പരിക്കൊക്കെ പറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം. നമ്പർ 2, വിങ് ഹോം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ സാധാരണ നമുക്ക് തണുപ്പ് കാലത്ത് നമ്മൾ വളരെയധികം കമ്പിളികളും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് പുതച്ചു മൂടി കിടന്നുറങ്ങാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വളരെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ കിടുങ്ങി വിറയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് തണുപ്പെന്ന് പറയുന്ന സാധനം അനുഭവിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ എത്ര തണുപ്പുണ്ടെങ്കിൽ പോലും അത് അവിടെയൊക്കെ നടന്നാൽ പോലും ഇനി കിടന്ന് ഓടിയാലും കിടന്ന് മറിഞ്ഞാലും ഇനി ഐസിലൂടെ കിടന്ന് മറിഞ്ഞാൽ പോലും ഇദ്ദേഹത്തിന് യാതൊരു തണുപ്പും അനുഭവപ്പെടില്ല. അല്ലെങ്കിൽ ഒരുപാട് നേരം തണുപ്പ് നിൽക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഐസ് മാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ഡച്ചുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം മണിക്കൂറുകളോളം ഐസ് വെള്ളത്തിലും അതുപോലെ തന്നെ ഐസിലുമൊക്കെ കടക്കാനുള്ള ശക്തി ഇദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ശരീര താപനില വെറും 35 ഡിഗ്രി താഴെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമ്മൾ വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തണുത്ത വെള്ളത്തിൽ തന്നെ തൊടാൻ പറഞ്ഞാൽ ഭയങ്കര ഒരുമാതിരി ദേഹകരണ നമ്മൾ കിടുങ്ങി വിറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കാണാൻ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണിതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത നമ്മൾ സൂപ്പർ പവർ കിട്ടിയിട്ടുള്ള മനുഷ്യരാണ്. നമ്പർ 3, ട്രോയി ജെയിംസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് ഇദ്ദേഹം എല്ലുകളൊന്നും ഇല്ലാത്ത മനുഷ്യനാണെന്ന് തോന്നിപ്പോകും. കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത്. അതായത് നമുക്ക് യാതൊരുവിധ എല്ലുകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകളൊക്കെ വളച്ചൊടിക്കാനും അതുപോലെ തന്നെ തലയൊക്കെ ബാക്കിലോട്ടാക്കാനും നമ്മളെ മുങ്ങയൊക്കെ പോലെ തലയൊക്കെ കറക്റ്റായിട്ട് ബാക്കിലോട്ട് തിരിക്കാനും കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചൊടിച്ചൊക്കെ വെക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ശരീരമാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത്. അങ്ങനെ അത് ആർക്കും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഠിന പ്രയത്നത്തിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഏത് രീതിയിൽ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വളച്ചൊടിക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിച്ചു നീട്ടാനും ഒക്കെ സാധിക്കും. റബ്ബർ ബാൻഡൊക്കെ വലിയുന്നത് പോലെയാണ് സുഖമായിട്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് ഒരുമാതിരിയാകും. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകാൻ ഞെട്ടിപ്പോകും. കാര്യം അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത്. അത് കൈകാലൊക്കെ വളച്ച് പൊളയ്ക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകും എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അത് കണ്ട ശേഷം നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ട് ചോദിച്ചു പോകും, ഇദ്ദേഹത്തിന് നട്ടല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ശരീരത്തെ എല്ലുകളൊക്കെ ഉണ്ടോ എന്ന് വരെ അത്ഭുതത്തോടെ ചോദിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മൾ കാണുന്ന സമയത്ത് ചില ഷോകളൊക്കെ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇത് നമ്മൾ വളരെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അത് കൈയും കലയൊക്കെ വളച്ചിട്ട് സോംബിയൊക്കെ പോലും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും നല്ല രസമാണ് കാണാനായിട്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുകരിക്കാതിരിക്കുക. അനുകരിച്ചു കഴിഞ്ഞാൽ അതിന് അനന്തരമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം. മാരി ലൂ ഹെന്നസ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് നേരങ്ങൾ ചിലവഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ജസ്റ്റ് നമ്മളെ കൺമുന്നിൽ കൂടെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാലമാണ്. അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും പെട്ടെന്നൊരു പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ചെറിയ എന്തെങ്കിലും വസ്തു നമ്മളെ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. ഏത് ഉറക്കത്തിൽ ഇവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ പോലും ഇപ്പോൾ ഇവർ ഇന്ന ദിവസം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവർ ഇന്ന ദിവസം ഈ ഡേറ്റിൽ ഈ സമയത്ത് എനിക്ക് ഇന്നത് തന്നെ സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പറയാനുള്ളൊരു കഴിവുണ്ടെന്നാണ്. അവരുടെ ജീവിതത്തിൽ ഏതൊരു ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അവർ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത ശേഷം അതിന് ഇത്ര വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ പോലും അവർക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വളരെയധികം ബ്രെയിൻ അല്ലെങ്കിൽ വളരെയധികം ഓർമ്മശക്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഇവരെന്ന് പറയുന്നത്. എന്തായാലും വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതായത് നമ്മുടെ ശാസ്ത്രലോകം തന്നെ ഇവരുടെ ഒരു കഴിവ് കണ്ടിട്ട് ഞെട്ടി തന്നെ പോയിട്ടുണ്ട്. പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഈ ഒരു ഓർമ്മശക്തി പരീക്ഷിച്ച് നോക്കാനെങ്കിൽ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് നടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓർമ്മശക്തിയൊക്കെ ലഭിക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓർമ്മശക്തി ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു രോഗം കാരണമാണിത്. അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ പേരെന്ന് പറയുന്നത്
ഹൈപ്പർ തെവോഷിയ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ, ലോക ചരിത്രത്തിൽ തന്നെ ഏകദേശം ഒരു 12 പേർക്ക് മാത്രമേ ഈ ഒരു രോഗം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വളരെ അപൂർവങ്ങളിലായിട്ടുള്ള രോഗമാണ്. അപ്പോൾ ഇത് ഇവർക്ക് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഏതൊരു കാര്യവും എത്ര ചെറുതാണെങ്കിൽ പോലും കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവർ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സമയവും അതുപോലെ തന്നെ അവർ കണ്ട കാര്യവും അതുപോലെ തന്നെ ഡേറ്റും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരും നിങ്ങൾക്ക് അനുകരിക്കാതിരിക്കുക. ഇനിയിപ്പോൾ അനുകരിച്ചിട്ട് പ്രത്യേകിച്ച് സാധിക്കാനൊന്നുമില്ല, ചിലപ്പോൾ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഇത്തരത്തിലൊരു രോഗമുള്ളത് കൊണ്ട് തന്നെയാണ് അവരിത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വെച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നമ്മൾ അവസാനമായിട്ടുള്ള ലിസ്റ്റിൽ അവസാനമായിട്ടുള്ള വ്യക്തിയെ കാണാം. അപ്പോൾ അതും ഒരു സ്ത്രീ തന്നെയാണ്. എന്നാലും വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു കഴിവാണ് ഇവരുടെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവരാരാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. നമ്പർ 5 ജോയി മിലെ. അപ്പോൾ ഇവരൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണെങ്കിൽ നമ്മൾക്കൊന്നും ഒട്ടും തന്നെ ഇല്ലാത്തൊരു കഴിവാണ്. അതായത് ഇപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു രോഗത്തിൽ തന്നെ നമുക്ക് മണം പിടിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും രോഗത്തിലൊക്കെ മണമുണ്ടോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവർക്ക് അത്തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട്. 90s ഇവർക്ക് അവരുടെ ഭർത്താവുമായിട്ട് താമസിച്ച സമയത്ത് അവരുടെ ഭർത്താവിനടുത്ത് ചെന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മണം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ എന്താണെന്നും അറിയുന്നില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർക്ക് 2 വർഷം ശേഷമാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് പാർക്കിൻസൺസ് ഒരു പാർക്കിൻസൺസ് എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള രോഗമാണ്. അത് നമ്മുടെ നാടികൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുകയും അതുപോലെ തന്നെ ബുദ്ധിക്ക് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയും എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഭർത്താവിനുള്ള ഒരു പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ ഒരു കഴിവ് അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവരുടെ ഈ ഒരു കഴിവ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കഴിവ് തന്നെയായിരുന്നു ശാസ്ത്രലോകത്തിന്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം ഇവർക്കൊരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 12 വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ സ്രവങ്ങൾ എടുത്ത ശേഷം അതിൽ സ്മെല്ല് ചെയ്ത് നോക്കിയ ശേഷം അവർക്ക് ആർക്കെങ്കിലും പാർക്കിൻസൺസ് ഉണ്ടോ അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഉള്ള രോഗം വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിക്ക് പാർക്കിൻസൺസ് ഇല്ലായിരുന്നു എന്നാണ് ശാസ്ത്രലോകം വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇവർ കറക്റ്റായിട്ട് മണത്ത് കണ്ടുപിടിച്ചവർക്ക് അയാൾക്ക് പാർക്കിൻസൺസ് രോഗമുണ്ട്. എന്നാൽ ശാസ്ത്രലോകം ആ ഒരു സമയത്ത് തെളിയിക്കാൻ പറ്റിയിരുന്നില്ല. 2 വർഷം ശേഷമാണ് പാർക്കിൻസൺസ് രോഗം ഇദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഒരു മണക്കാനുള്ള അല്ലെങ്കിൽ സ്മെല്ലുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഇവരെന്ന് പറയുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഴിവ് തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെ, അതായത് റിയൽ ലൈഫിലെ സൂപ്പർ ഹീറോസിൻ്റെ ഈ ഒരു വീഡിയോസ് ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഇത്ര നമ്മൾ പറഞ്ഞ ഈ ഒരു ടോപ്പ് 5 നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാണെന്നുള്ളത്, അതായത് റിയൽ ലൈഫിലെ സൂപ്പർ ഹീറോ ആരെന്നുള്ളതും ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കില്ല. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണും വരെയും ബൈ.